ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക. പേഴ്സൻ്റെ ഫേസ് നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഒന്നിലധികം എനർജി വരും. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന എനർജി മാത്രം എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ എനർജിക്ക് വേണ്ടി കാത്തു നിൽക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 15, 6, 4, 2, 12, 3, 15, 6, 10, 1, 6. 16, 7, 13, 4, 3, 6. ഈ ഡേറ്റോ ഈ മാസമോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ തങ്ങളുള്ള റിലേഷൻഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയ ദിവസമോ മാസമോ ആയിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഇവിടെ എർത്ത് എനർജി, ഫയർ എനർജി, എയർ എനർജി, വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി എനർജി കൂടി വരുന്നതായിരിക്കും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് കറണ്ട് ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത്? വന്നിരിക്കുന്ന കാർഡ് ഡെവിളിൻ്റെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങളോട് ഇപ്പോൾ സെക്ഷൽ ഫീലിങ്സ് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് ഉണ്ടെന്നാണ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളെ വന്ന് കാണുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ശാരീരികമായിട്ടുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ വീണ്ടും അഫർമേഷൻ ചെയ്യുന്നു, റിപ്പീറ്റായിട്ട് ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഒരു സെക്ഷൽ ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോസോ മറ്റോ എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ കാണുമ്പോൾ ഒരുപാട് അട്രാക്ഷൻ, ഒരുപാട് അഡിക്ഷൻ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അഡിക്ഷൻ ഫീലിങ്സ്, അട്രാക്ഷനും ഉണ്ടാകുന്നത് നിങ്ങളുമായിട്ട് അങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഫീലിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഇത് കാണുന്ന എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഒരു വിവാഹം കഴിച്ച ആൾക്കാരായിരിക്കും ഇതിൽ കാണുന്നത്, അല്ലെങ്കിൽ വിവാഹം പോലെ അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ചീറ്റിങ്, നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി കടന്നുപോയ വ്യക്തികളായിരുന്നു. ഇപ്പം നിങ്ങളുടെ റിലേഷൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഹാപ്പിയായി എൻജോയ് ചെയ്ത് കടന്നുപോയ റിലേഷൻഷിപ്പിലേക്ക് ഒരു ചീറ്റിങ്, ഒരാളുടെ പിറകിൽ നിന്നുള്ളൊരു കുത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ തകർത്തിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പിറകിൽ നിന്ന് കുത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചതിച്ച അവസ്ഥയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, റിലേഷൻ സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻ്റിലി കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന സംഭവം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
എന്തുകൊണ്ടാണ് ഇവിടെ ടു ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫോർ ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ചിരുന്നു. ഓക്കെ, ഇവിടെ കാണാം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു, മറ്റാർക്കും കാണാത്ത രീതിയിൽ മറച്ച് രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നു. ആ രഹസ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിവായിട്ട് വന്നു. ഓക്കെ, അപ്പം അത് നിങ്ങൾ ചോദ്യം ചെയ്യുകയും റിലേഷൻഷിപ്പിനെ കുറിച്ച് രണ്ട് രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ തുടർന്നു പോകണമോ പിന്മാറണമോ, ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള രീതിയിൽ എപ്പോഴും രണ്ട് ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് റിലേഷൻ്റെ സ്വഭാവം ഇനി മുന്നോട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകും എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരുന്നില്ല. രണ്ട് മനസ്സോടു കൂടിയാണ് നിങ്ങൾ നിന്നിരുന്നത്. രണ്ടുപേരും എടുത്തിരുന്ന ഡിസിഷൻ തെറ്റായ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ വാള് പിടിച്ചിരിക്കുന്നത് പോലും ഈഗോ പ്രശ്നത്തിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ പോലും അത് തെറ്റായ ഡയറക്ഷനിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ചില രഹസ്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. നിങ്ങളുടെ ഇടയിൽ തെറ്റായ ഡിസിഷൻ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ എടുത്തിരിക്കുന്നു. ഓക്കെ, റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാത്ത വിധം നിങ്ങളിൽ ഡിസിഷൻ എടുത്തിരിക്കുന്നു. മറ്റ് ചില വ്യക്തികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായതായും കാണുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. നിങ്ങളുടെ പ്രസൻറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിലെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്? പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ദ കിങ് ഓഫ് കപ്പാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പ്രണയം, കറണ്ട് ഫീലിങ്സിലും ഇതുപോലെ സെക്ഷൽ ഫീലിങ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസൻറ്റിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾക്കൊരു ഓഫർ കൊടുക്കണമെന്നും നിങ്ങളോട് പ്രണയം, ആദ്യ പ്രണയം നിങ്ങളോട് ഫസ്റ്റ് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ അനുഭവപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫർ ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പ്രസൻറ്റിലാണ് നിങ്ങളുടെ എനർജി. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. കറണ്ട് ഫീലിങ്സിലും അതേ ഫീലിങ്സാണ് ഉണ്ടായിരിക്കുന്നത്, സെക്ഷൽ ഫീലിങ്സ്. ഓക്കെ, സ്ത്രീ ആയാലും പുരുഷനായാലും ഈ എനർജി ബാധകമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് പ്രസൻറ്റിലാണ്. ഇത് നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എൻ്റെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്താണ് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്? 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ അവരെ ഉപേക്ഷിച്ച്, 5 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ച് വരുന്നതാണ്. അവരുടെ കാര്യങ്ങളെ തട്ടിമറിച്ചിട്ടിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. യൂണിവേഴ്സൽ സപ്പോർട്ടാണ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച്, അത് നിങ്ങളുടെ പ്രാർത്ഥന അഫർമേഷൻ കൊണ്ടാണ്. നിങ്ങളുടെ സ്നേഹം റിയൽ ആണെങ്കിൽ, റിയലായിട്ടുള്ള സ്നേഹിക്കുന്ന വ്യക്തികളുടെ ലൈഫിലാണ് ഇത് സംഭവിക്കുന്നത്. യൂണിവേഴ്സ് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, ഉടൻ തന്നെ സംഭവിക്കും. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. പെട്ടെന്നാണ്, ഒരുപാട് താമസിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വാട്ടർ എനർജി വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്പൈസീസ്, സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്?
ഇത് ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് അൺകണ്ടീഷണലായിട്ട് നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടാകുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരുപാട് പശ്ചാത്താപം നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുന്നതാണ്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഹെർമിറ്റിൻ്റെ എനർജിയിലേക്ക് പോവുകയും സംഭവിച്ച തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് തിരിച്ചറിഞ്ഞതോടുകൂടി നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുകയും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ കെയർ ചെയ്തിരുന്നു, എത്രത്തോളം പ്രയോറിറ്റി കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുകയും നല്ലൊരു ഗ്രോത്ത്, സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തരുന്നതിന് നിങ്ങളുടെ പേഴ്സൺ മുൻകൈ എടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് മുന്നോട്ട് ചലിക്കുന്നില്ല. ഓക്കെ, 6 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മുന്നോട്ട് ചലിക്കാത്ത അവസ്ഥയിൽ കൂടിയാണ് കടക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും വിവാഹം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, പ്രണയത്തിൻ്റെ ആണെങ്കിലും ശരി, വിവാഹത്തിൻ്റെ ആണെങ്കിലും ശരി, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വിജയം നേടി എന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടി വിചാരിച്ചിരുന്ന കാര്യത്തെ ഇവിടെ സ്റ്റക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ അറിയുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തി ആയിരിക്കാം തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിയിലേക്ക് വന്നു ചേർന്നു എന്നതിൽ വിജയിച്ച് ആഘോഷത്തിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഫർമേഷനും ദൈവാധീനവും കൊണ്ട് ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകാതെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വിവാഹവുമാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ റിലേഷനിൽ മുന്നോട്ട് പോകണമോ വേണ്ടയോ? നിങ്ങളുടെ അഫർമേഷനാണ്. നിങ്ങളിപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണും തേർഡ് പാർട്ടി ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, തിരിച്ച് വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന കുതിര മുന്നോട്ട് പോകുന്നതായിരിക്കും. നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പം അങ്ങോട്ട് പോകണമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ച് വരണമോ എന്നുള്ള പോസിറ്റീവ് തോട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിററിങ് ആണ്. അപ്പം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കും തേർഡ് പാർട്ടിയുമായിട്ട് ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുമായിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് എന്നോടത്ത് എനിക്ക് കോളും മെസ്സേജും ഒന്നും അയക്കത്തില്ല, എന്നോട് എപ്പോഴും ദേഷ്യമാണ്, എന്നോട് മിണ്ടത്തില്ല, എന്നെ വേണ്ടാതെയാണ് പോയിരിക്കുന്നത് എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണും അതുപോലെ ചിന്തിക്കും നിങ്ങളെ വേണ്ട എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇവിടെ തേർഡ് പാർട്ടിയുടെ എല്ലാ വിജയങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ ജയം നേടിയിരിക്കുന്നത് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അവസാനിച്ചു എന്ന് പറയുന്നില്ല, സ്റ്റക്ക് സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ മാനസികമായിട്ടും അവിടെ ഒരു സപ്പോർട്ടില്ല. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് കറണ്ട് സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുടെ ഫ്യൂച്ചറിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നോക്കിയപ്പോഴത്തേക്ക് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ദയവായി നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണും ഹാപ്പി ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരുമെന്നുള്ള അഫർമേഷൻ മാത്രം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, എന്തായിരുന്നാലും ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷനാണ്. ഓക്കെ, ഇത് തേർഡ് പാർട്ടിയുടെ കറണ്ട് സിറ്റുവേഷനും ഇത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതുമാണ്. നിങ്ങളിത് തിരുത്തി എഴുതരുത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? 2 ഓഫ് വാൺസ് ആണ്. തീർച്ചയായിട്ടും യാത്രയാണ്. ഓക്കെ, നിങ്ങളിൽ നിന്നേക്ക് വിട്ടുവരും. ദൈവമേ, എത്രയും പെട്ടെന്ന് തന്നെ വിട്ടുവരട്ടെ. ഓക്കെ, തേർഡ് പാർട്ടിയെ വിട്ടുവരുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് ആണ്. അവിടെ ഇപ്പോൾ ശ്രദ്ധയില്ല.
ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ട് വലിയ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് കാണുന്നില്ല. ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണ്. 2 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മാനസികമായി അകന്ന് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അവർ ശാരീരികമായിട്ട് ചിലപ്പം അടുത്താണെങ്കിൽ തന്നെയും ഇപ്പം അകന്ന് പോയിരിക്കുന്ന അല്ലെങ്കിൽ മാനസിക സപ്പോർട്ട് ഇല്ലാത്ത ഒരവസ്ഥയാണ്. ചില വ്യക്തികൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടിയെ വിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാം കറക്റ്റായിട്ടുള്ള റീഡിങ്ങാണ് വരുന്നത്. നിങ്ങളത് അഫർമേഷൻ ചെയ്യുക. ഓക്കെ, അഫർമേഷൻ ചെയ്താൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ മിസ്സ് ചെയ്യുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ മിസ്സ് ചെയ്യുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യൂസിലേക്ക് തിരിച്ച് മടങ്ങി വരാൻ തക്കവണ്ണം വ്യൂസിൻ്റെ പേഴ്സണെ ഈ ഒരു സമയം എനർജി അയച്ചിരിക്കുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഫാമിലി കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ ഫാമിലിയെ പോലെ അല്ലെങ്കിൽ ഫാമിലി ആയിരുന്നു ഒരു വ്യക്തിയാണ്. കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവർ ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്ന അവസ്ഥയാണ്. ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളാക്കി. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ എന്തുമാത്രം വേദനിച്ചു എന്നുള്ളതിനെക്കുറിച്ച്, നിങ്ങൾ കരഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് സോഡ് വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് കർമ്മ ലഭിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മി. നിങ്ങളെ ചതിച്ചു പോയതിന് അല്ലെങ്കിൽ നിങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതിന് നിങ്ങളുടെ പേഴ്സണും അതുപോലെ അനുഭവിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. കണ്ണുനീര് കുടിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. കർമ്മ ഫീൽ ചെയ്യുന്നുണ്ടോ? അനുഭവിക്കുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് കർമ്മ ലഭിക്കുമോ? ടവറാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് ആണ്. എത്രയും പെട്ടെന്ന്, ഇതുവരെയും കർമ്മ ലഭിച്ചിട്ടില്ല, ലഭിക്കാൻ പോകുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള കർമ്മ തന്നെയാണ് ലഭിക്കുന്നത്. ഇന്നലെ വന്ന എനർജിയിലും ടവർ എന്നുള്ള കർമ്മയാണ് വന്നിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള കർമ്മയാണ് ലഭിക്കുന്നത്. അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ ഒരുപാട് സ്ഥാനങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർ പുറത്താക്കപ്പെടും. അവർ ഒരിക്കലും തകരില്ല, ആരും അറിയില്ല എന്ന് വിചാരിച്ചിരുന്ന റിലേഷൻഷിപ്പിലേക്ക് തീ പിടിക്കും. ഓക്കെ, തീ പിടിക്കുക എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൽ നിന്നും അവരെ പുറത്താക്കി ഒരു കറുത്ത ബ്ലാക്ക് എനർജിയിൽ, അവരുടെ ഓവർ തിങ്കിങ് നെഗറ്റീവ് എനർജിയിലേക്ക് അവർ രണ്ടുപേരും, ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും മറിഞ്ഞ് വീഴുന്നതായിരിക്കും. അത് ഒരുപാട് ഡിപ്രഷനും പ്രശ്നങ്ങളിലുമായിട്ടാണ് അത് തകർന്ന് വീഴുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും വലിയൊരു കർമ്മയാണ് ലഭിക്കുന്നത്. അത് പതുക്കെ കിട്ടുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ പണ്ട് പറയുമല്ലോ, പാടത്ത് കൂലി, അങ്ങനെ ജോലിയും വരമ്പത്ത് കൂലി, അങ്ങനെ എന്താണ്ടൊക്കെ പറയുമല്ലോ. പെട്ടെന്ന് തന്നെ കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ആ ഒരു സമയത്ത്. ഇപ്പം ഞാനത് മറന്നുപോയി, ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഈ കർമ്മ ലഭിക്കുന്നതാണ്. കർമ്മ അനുഭവിക്കട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ നല്ലതിനാണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണ് ആ ഒരു കർമ്മ അനുഭവിച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ കൊടുത്ത സ്നേഹം എന്ത് എന്ന് അവർ മനസ്സിലാക്കൂ. കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വെട്ടമറിയത്തില്ല എന്ന് പറയുന്ന കണക്ക് എനിക്കിപ്പോൾ ഒരുപാട് ഉപമകൾ വരുന്നുണ്ട്. അപ്പം ഇതിലേത് ഉപമയാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ എടുക്കുക. ഓക്കെ, എന്തായാലും കർമ്മ അനുഭവിച്ചിട്ട് വരട്ടെ, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉപയോഗമുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിലുള്ള എനർജി. നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ചെറിയ എനർജിയാണ് എടുക്കുന്നത്, ഇന്ന് നിങ്ങളുടെ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മാത്രമാണ് എടുത്തിരിക്കുന്നത്.
ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും തരാതെ മറ്റുള്ള വ്യക്തികൾക്ക് ലൈഫിൽ ഒരുപാട് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ പേഴ്സൺ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടിക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന എന്ത് തന്നെയാണെങ്കിലും പ്രയോറിറ്റി കൊടുത്തു, പക്ഷെ നിങ്ങളെന്നുള്ളൊരു വ്യക്തിക്ക് യാതൊരു പ്രയോറിറ്റിയും തരാതെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഓക്കെ, ഇപ്പം ഹാങ്ഡായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഇനി മുതൽ ഇത്രയും നാൾ ഹാങ്ഡായിരുന്നു, ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു, നിങ്ങളിലേക്ക് കടന്നു വരണം എന്നാണ് സോൾ എനർജി പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ചെല്ലണം, നിങ്ങളെ കാണണം, നിങ്ങളുടെ റിലേഷന് വേണ്ടി ഇനി പ്രവർത്തിക്കണം എന്നൊക്കെ, നിങ്ങൾ എന്തുമാത്രമാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേട്ടിന് മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ചില രഹസ്യങ്ങളെ സൂക്ഷിച്ച സമയത്ത്, അത് തന്നെയാണ് ഞാൻ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ പറഞ്ഞതും, റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനല്ല റീസെൻറ്റ് പ്രസൻറ്റിൽ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. നിങ്ങളുടെ ഇടയിൽ ചില രഹസ്യങ്ങളെ സൂക്ഷിച്ചതിനെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 5 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരുപാട് സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്, ആ രഹസ്യങ്ങളെല്ലാം നിങ്ങളോടത്ത് ഓപ്പണായിട്ട് പറഞ്ഞ്, ഒന്നുകിൽ വഴക്കുണ്ടാകുമായിരിക്കും, പക്ഷേ ആ വഴക്കുണ്ടായാലും അതിന് ഒരു എൻഡിങ് ഉണ്ടാകുമല്ലോ. ഈ ജീവിതത്തിൽ സംഭവിച്ച തേർഡ് പാർട്ടിയുടെയൊക്കെ സത്യാവസ്ഥ നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞ് റിലേഷൻഷിപ്പ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. എല്ലാ സത്യവും നിങ്ങളടുത്ത് ഉടൻ തന്നെ തുറന്ന് പറഞ്ഞ് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, എൻ്റെ ഭാഗത്ത് ഇന്ന തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി ആവർത്തിക്കത്തില്ല, നിങ്ങൾക്ക് ഞാനുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളതിന് നിങ്ങളുടെ പേഴ്സൺ തയ്യാറെടുക്കും. ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അതിനുള്ള മാനസിക ധൈര്യം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. കിങ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിന് തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. 10 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. എല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ എല്ലാ സത്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഈ എനർജി പൂർണ്ണമായും എൻ്റെ യൂണിവേഴ്സിൻ്റെ ലൈഫിലേക്ക് വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കില്ല അല്ലേ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.